കോഴിക്കോട് കാരപ്പറമ്പിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ പ്രമേഷ്, അവിടെ കോഴിക്കോട്ട് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, നമുക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷതയായി കാണാൻ കഴിയുന്നത് ഇതുവരെ ഇപ്പോൾ കോഴിക്കോട്ടെ ഒരു മേഖലയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ, ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലാവുന്നത് ഒരുപാടിടത്തുണ്ടായിട്ടുണ്ടെങ്കിലും അത് കൃത്യസമയത്ത് സമയബന്ധിതമായി പരിഹരിക്കാൻ പലയിടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കടലുണ്ടിയിലടക്കം 16-ാം വാർഡ് ഉൾപ്പെടുന്ന മേഖലയിലൊക്കെ 2 തവണ എത്തിച്ച വോട്ടിംഗ് മെഷീനുകൾക്കും തകരാറുകൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ പോളിംഗ് വളരെ വേഗതയിൽ, അപ്പോൾ ഞാനുള്ള ബൂത്തിൽ കാരപ്പറമ്പ് സ്കൂളിലാണ്, സാമാന്യം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സ്ത്രീകളും പ്രായമായ ആളുകളും ഒക്കെ ക്യൂവിൽ നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരൊക്കെ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ ശരാശരി നമ്മൾ പരിശോധിക്കുമ്പോൾ 40 കടന്നിട്ടുണ്ട്. 40.92 ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് നിന്ന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളിൽ പകുതിയോളം ആളുകൾ ഇതിനോടൊപ്പം തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ അവസാന നിമിഷത്തേക്കൊക്കെ വെക്കുന്ന ഒരു പതിവുണ്ട്. ഇപ്പോൾ പ്രവൃത്തി ദിവസമായതുകൊണ്ടൊക്കെ ഈ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഒന്നുകിൽ അതിരാവിലെ വന്ന് മടങ്ങുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലേക്ക് മാറ്റിവെക്കുന്ന കാഴ്ചയുണ്ട്. എന്നാൽ ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാടധികം ആളുകൾ ഈ പകൽ സമയത്ത് തന്നെ വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാനുള്ള ഈ ബൂത്തിലൊക്കെ സാമാന്യം നല്ല തിരക്കുണ്ട്, ആളുകൾ ഇങ്ങനെ വരിയായി ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അത് പകുതിയോളം ആളുകൾ ഇതിനോടകം തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് പല ബൂത്തുകളെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓരോ മേഖലയിൽ നിന്നുള്ള കാഴ്ചകൾ പുറത്തു വരുമ്പോഴും സമാനമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരു മത്സര ബുദ്ധിയോന്നോണം ആളുകളെ വളരെ വേഗത്തിൽ ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതാണ് ഫലം കണ്ടത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെയെങ്കിൽ ഈ ജില്ലാ ശരാശരി സാമാന്യം നല്ല തരത്തിൽ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുവരെ ജില്ലയുടെ ഒരു മേഖലയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ്. ദിലീപ് കുമാർ, ഇപ്പോൾ 12 മണിയുടെ അപ്ഡേറ്റ് വരുമ്പോഴാണ് 40.92 കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതിനേക്കാൾ ഉയർന്ന മേഖലകളുണ്ട്. ഇപ്പോൾ കക്കോടി മേഖലയിൽ 42.75 അങ്ങനെ ഉയർന്ന തലത്തിലേക്ക് എടച്ചേരിൽ 42.98 അങ്ങനെ ഏതാണ്ട് 50 അടുക്കുന്നു. ഈ ഉച്ചയോട് അടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ സമയം 12:19 ആകുന്നുള്ളൂ. അപ്പോഴേക്കും തന്നെ പകുതിയോളം തന്നെ പോളിംഗിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോഴേക്കും ഇത് നന്നായി ഉയരും. പിന്നെ ഏറ്റവും ഒടുവിലത്തെ, അതായത് വോട്ടിംഗ് ശതമാനം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഓടി വരുന്ന ഒരു പതിവുണ്ട്. അപ്പൊ അതും കൂടി ആകുമ്പോൾ നല്ലൊരു ശരാശരിയിലേക്ക് എത്തിയേക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. ദിലീപ്, തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പാതി കേരളം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുകയാണ്. 40% കടന്നിരിക്കുന്നു ഇതുവരെ പോളിംഗ് ശതമാനം. ഏതായാലും കൂടുതൽ പേർ വോട്ട് ചെയ്യാനായി എത്തുന്നു. നല്ല ക്യൂ പല പോളിംഗ് ബൂത്തുകളിലും ഇതിനകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് 24-ന്റെ പ്രതിനിധികളാണ് വിവിധ ജില്ലകളിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.